മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 വോട്ടിന് വേണ്ടി ലീഗ് SDPI മാറിയെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം. 4 വോട്ടിന് വേണ്ടി കൂട്ടുകൂടാൻ പാടില്ലാത്ത വിഭാഗങ്ങളുമായി ലീഗ് കൂട്ടുകൂടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. വിവരങ്ങളുമായി സൂര്യ സുജിയുണ്ട് കോഴിക്കോട് നിന്ന്. സൂര്യ, ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 4 വോട്ടിന് വേണ്ടി ലീഗ് SDPI മാറാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? NGO സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനമാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഈ സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജയത്തിനെ കുറിച്ചും തോൽവികളെ കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചത്. പ്രധാനമായി പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് വലിയ വിജയമുണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ അത് LDF വിരോധം കൊണ്ടല്ല UDFന് വോട്ട് ലഭിക്കാൻ സാധിച്ചത്. പൊതുവെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF മുൻപേയും വിജയം നേടാറുണ്ട്. ഇത്തവണയും അത് അങ്ങനെ നടന്നു. അതായത് ഈ UDFിലെ പ്രധാന വിജയത്തിന് പങ്കുവഹിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് ഈ തിരഞ്ഞെടുപ്പിൽ വാശിയോടെ മത്സരിച്ചു. എന്നാൽ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചത്. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയായും അതുപോലെ തന്നെ SDPI ആയും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ ഭാഗമായി, അതായത് 4 വോട്ടുകൾക്ക് വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്ത ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ ഈ കോൺഗ്രസുകാർ മടിച്ചിരുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. അതായത് മുസ്ലിം ലീഗിന് കടുത്ത വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയായും SDPI ആയും മാറി. അത് ലീഗ് ഒരിക്കലും മറന്നു പോകരുത് എന്ന കാര്യം പ്രധാനമായും പറയുന്നുണ്ട്. പിന്നീട് മുഖ്യമന്ത്രി പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ സഭകൾക്കെതിരെയാണ്. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ സീറ്റ് നേടാനായത് ഗൗരവപൂർവ്വം പരിശോധിക്കണം. ഈ BJPയുടെ വിജയത്തിന് സഹായിച്ച ചില ശക്തികളുണ്ട്. ആ ശക്തികൾ, അതായത് തങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന കാര്യം അവർ ചിന്തിക്കണം. കാരണം രാജ്യത്ത്, അതായത് മണിപ്പൂരിൽ അവരുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴാണ് ഇവർ കേരളത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സഹോദരങ്ങൾ വലിയ രീതിയിൽ ആക്രമണത്തിന് ഇരയാക്കപ്പെടുമ്പോൾ ഇവരെ പ്രതിനിധീകരിക്കുന്നവർ തന്നെ കേരളത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കണം. ഈ പ്രധാനമായും ക്രിസ്ത്യൻ സഭകൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയുമാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സൂര്യ, അതായത് കേരളത്തിൽ എല്ലാ കാലത്തും ട്രെൻഡ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ട്രെൻഡ് UDFനൊപ്പമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിന്നു. പിന്നെ ലീഗ് നന്നായി പ്രവർത്തിച്ചു. പിന്നെ ലീഗ് SDPIയുമായി ചേർന്നു. ഇങ്ങനെ ഇത്തരത്തിലൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായി, അല്ലെങ്കിൽ സർക്കാരിനെതിരായ ഒരു വിധേയത്വം, അതൊന്നും അംഗീകരിക്കുന്നില്ല മുഖ്യമന്ത്രി, അല്ലേ? മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. 4 വോട്ടിന് വേണ്ടി ലീഗ് SDPI ആയി മാറി എന്നതടക്കമുള്ള വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഒപ്പം കോൺഗ്രസിനും വലിയ വിമർശനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത്. സൂര്യ സുജയാണ് വിവരങ്ങൾ നൽകി.